കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I thank God for every one of you who is listening to God's voice. Jesus loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഹാർവസ്റ്റ് ടിവിയിൽ കൂടെയും പവർ വിഷനിലൂടെയും യൂട്യൂബിലൂടെയും കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണിക്ക് ഹാർവസ്റ്റിലും ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പവർ വിഷനിലും നമ്മുടെ പ്രോഗ്രാമുണ്ട്. അത് അനേകർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമാറാകട്ടെ. As you listen to God's voice, let the Holy Spirit come on you this evening and transform you to a different person that God wants you to be. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാക്കി ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തീർക്കുമാറാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വരുമാറാകട്ടെ. ഇന്ന് രാത്രിത്തെ വചനത്തിനായി വെളിപാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ദൈവം മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്ത ദൈവസഭയെക്കുറിച്ച് യോഹന്നാൻ ഉണ്ടായ ഒരു വലിയ വെളിപാടാണ് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ കുഞ്ഞാടിന്റെ പുറകെ നടക്കുന്നു. They walk behind the lamb and they follow the lamb wherever the lamb goes. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവരിങ്ങനെ കൂടെ നടക്കുന്നു. യേശുവിൻ്റെ പുറകെ നടക്കാൻ വിളിച്ചിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വായി നോക്കാൻ സമയമില്ല, വേറെ ആരുടെയും പുറകെ നടക്കാൻ സമയമില്ല. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യേശുവിൻ്റെ പുറകെ നടക്കാനാണ്. To follow the lamb. This evening's message is that God is calling you to follow the lamb. കുഞ്ഞാടിന്റെ പുറകെ നടക്കുവാൻ ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും നീ കൂട്ടുകാരുടെ പുറകെ നടന്നു, വീട്ടുകാരുടെ പുറകെ നടന്നു, നാട്ടുകാരുടെ പുറകെ നടന്നു, കുഞ്ഞുങ്ങളുടെ പുറകെ നടന്നു. ഇനി കർത്താവിന്റെ പുറകെ നടക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊച്ചു പിപ്പിരിയുള്ള കുഞ്ഞുങ്ങളുടെ പുറകെ നടക്കുന്ന വല്യപ്പച്ചനെയും വല്യമ്മച്ചയും കണ്ടിട്ടില്ല? അവരിങ്ങനെ പാഞ്ഞ് നടക്കും വീടിനകത്തൂടെ. ഈ വല്യപ്പച്ചന് നടക്കാൻ വയ്യാത്ത സമയത്താണ് ഈ വല്യമ്മച്ചിയും വല്യപ്പച്ചനും കൂടി ഇവരുടെ പുറകെ നടക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരൊരു ബാലൻസ് ആയി വരുന്നവരെ കുഞ്ഞുങ്ങളുടെ പുറകെ നടക്കും. കർത്താവിൻ്റെ പുറകെ പോകുന്ന അങ്ങനല്ല. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ എക്സ്പീരിയൻസ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പുറകെ പോകണമെങ്കിൽ, സപ്പോസ് യു ആർ ഫോളോയിങ് എ കാർ, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഡയറക്ഷൻ അറിയില്ല, ബാംഗ്ലൂരിൽ പോയി വഴി അറിയില്ല, യു ഹാവ് നോ ഐഡിയ വേ യു ഗോയിങ്, ബട്ട് യു ഹാവ് എ വൈറ്റ് കാർ ഇൻ ഫ്രണ്ട് ഓഫ് യു, വൺ മാരുതി കാർ, and they tell you just follow me. വളരെ എളുപ്പമാണ്. പിന്നെ ഗൂഗിൾ മാപ്പ് വേണ്ട, പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ ഈയുടെ എല്ലാ കാറിനകത്തുള്ള GPS വേണ്ട, വേറെ ഒരു പരിപാടിയും വേണ്ട. പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ GPS ആണ്. Holy Spirit is the actual GPS of heaven. It guides you where you need to go. തെറ്റിപ്പോയ ഉടനെ പറയും take the next turn, you are wrong, come back, it will tell you everything. ആ വെള്ളക്കാരൻ്റെ പുറകെ പോയെങ്കിൽ മാത്രമേ നിങ്ങൾ സ്ഥലത്തെത്തുള്ളൂ. പെട്ടെന്ന് വേറെ കുറെ കാർ ഇടയ്ക്ക് വന്നാലോ ബുദ്ധിമുട്ടായില്ലേ? പെട്ടെന്ന് ലൈറ്റ് അങ്ങ് പോയാലോ? ഇരുട്ടത്താണ് ഭയങ്കര ബുദ്ധിമുട്ടായി. പെട്ടെന്ന് നിങ്ങൾ ഒത്തിരി ബാക്കിലോട്ട് നീങ്ങിയിട്ട് ആ കാറിനെ കാണാതെ വന്നാലോ ബുദ്ധിമുട്ടായി. When you are following the lamb, make sure that you can see the lamb. Make sure that you don't allow anything to come in between you and the lamb. നീയും നീ പിൻപറ്റുന്ന ദൈവവും തമ്മിൽ ഏതൊക്കെ സംഗതിയും വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വന്നു കഴിഞ്ഞാൽ നിന്റെ ദർശനം മങ്ങിപ്പോകും. അത് ഭർത്താവാകാം, ഭാര്യയാകാം, കുഞ്ഞുങ്ങളാകാം, ജോലിയാകാം, കുടുംബമാകാം, എന്തെങ്കിലും ആകാം. I am not bothered. But never allow anything else to come in between you and God whom you are following. He is the author and perfecter of your faith. എബ്രായർക്ക് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. നിങ്ങളുടെ കണ്ണ് അവന്റെ മേൽ വെക്കുക. അവൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമാകുന്ന ദൈവമാണ്. കർത്താവിനെ ഫോളോ ചെയ്യണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ഫോളോ ദ ലാംബ്, യുവർ ഐസ് മസ്റ്റ് ബി ഫിക്സ്ഡ് ഓൺ ഇറ്റ്, ഓൺ ഹിം. There should not be anything behind. You cannot lag behind. You have to follow all the time. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവർ അവനെ
പോകുന്നിടത്തൊക്കെയും അനുഗമിക്കും. പോകുന്നിടത്തൊക്കെയും. ഞായറാഴ്ച ഞായറാഴ്ച അനുഗമിക്കുന്നതാണോ? വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അനുഗമിക്കുന്നതാണോ? അല്ല. അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തപ്പോൾ അനുഗമിക്കുന്നതാണോ? അല്ല. ഈ ആടുകൾ കർത്താവിനെ എപ്പോഴും കർത്താവ് പോകുന്നിടത്തൊക്കെയും അനുഗമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മദ്യപാനിയായ ഒരാൾക്ക് കള്ളു കുടിക്കാത്തൊരു ഫ്രണ്ട് ഉണ്ടെന്നിരിക്കട്ടെ. ഇവർ രണ്ടുപേരും കൂടെ പോകുന്ന വഴിക്ക് ഇയാൾക്ക് കുടിക്കാൻ തോന്നി. അപ്പോൾ ബാറിലോട്ട് ഇയാൾ കയറുമ്പം മറ്റവനോട് പറയും, നീ 10 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പം വരാമെന്ന് പറയും. അയാൾക്ക് കയറി പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ വെളിയിൽ നിൽക്കും. ഇയാൾ പോയി ഫിറ്റായിട്ട് തിരിച്ചു വരും. ഈ കുടിക്കാത്ത ആളെയും കൊണ്ട് വേറെ സ്ഥലത്ത് ചെല്ലുന്ന ഉടനെ, നീ ഒരു 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യും, നിന്നോട് ഭയങ്കര സ്നേഹമാണ്, എനിക്കറിയാം നീ ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തില്ല എന്ന്, പക്ഷേ ഒരു കാര്യം, നീ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, ഞാൻ വേറൊരു പരിപാടി ചെയ്തിട്ട് വരാൻ പോവാൻ. പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത 2 തെറി ആരോടോ പറയാൻ പോവാൻ. അപ്പം ഇദ്ദേഹത്തെ അവിടെ നിർത്തിയിട്ട്, ചിലത് ഇങ്ങനെയാണ്, ദൈവത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റി നിർത്തും. ബിക്കോസ് അവർക്കറിയാം അവർ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് ആരെ കൊണ്ടുപോകാൻ പറ്റില്ല? ദൈവത്തെ കൊണ്ടുപോകാൻ പറ്റില്ല, പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകാൻ പറ്റില്ല, യേശുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവെ, ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരരുത്, ഞാൻ പൈസ അവിടെ കൊടുക്കാൻ പോകുമ്പോൾ നീ വരരുത്, ആകെ പ്രശ്നമാണ്, നീ തൽക്കാലം അവിടെ നിന്നോ. പക്ഷെ ഞാൻ ICUവിൻ്റെ അവിടെ പോകുമ്പോൾ നീ വരണം, ഞാൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നീ വരണം, ഞാൻ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നീ വരണം, ഇവിടെ നീ എന്നെ വിട്ടുകളയല്ലേ. ഇങ്ങനത്തെ പരിപാടി ഇന്ന് അവസാനിപ്പിക്കണം. അവൻ എവിടെ പോയാലും, wherever he goes, I will follow him. അവൻ എവിടെ പോയാലും ഈ കുഞ്ഞാടിന്റെ പുറകെ ഈ ജനം അനുഗമിച്ചു കൊണ്ടിരുന്നു. ലോകത്തിൽ അങ്ങനെ ചെയ്യാത്തവർ സ്വർഗത്തിൽ ചെന്നാൽ ചെയ്യുവോ? ഇവിടെ വെച്ച് തോന്നിവാസത്തിൽ നടക്കുന്ന ഒരുത്തനെ അവിടെ വെച്ച് ചെയ്യിക്കാൻ പറ്റുമോ? ഹലോ, പറ്റുമോ? ജനിച്ചപ്പോ തൊട്ട് 20 വയസ്സ് വരെ മഹാമടിയനായി നടന്നവനെ നല്ലൊരു ജോലി കൊടുത്ത് കോട്ട് സൂട്ട് വിട്ട് കഴിഞ്ഞാൽ ഇവൻ പണി ചെയ്യുമോ? അന്നും മടിയനായിരിക്കും. ഇവനെ പെട്ടിയിലോട്ട് കയറ്റുന്നതിന് 2 ആഴ്ചക്ക് മുമ്പ് എന്തായിരിക്കും? ഇവൻ മാലമടിയനായിരിക്കും. അതേസമയം ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഇറങ്ങി വന്നൊരുത്തൻ, അവൻ ജനിച്ചപ്പോൾ തന്നെ ഹാർഡ് വർക്കിംഗ് ആണ്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹാർഡ് വർക്കിംഗ് ആണ്, ജോലി കിട്ടുമ്പോഴും ഹാർഡ് വർക്കിംഗ് ആണ്. പെട്ടി കയറുന്നതിൻ്റെ തലേദിവസം വെള്ളമൊക്കെ ഒഴിച്ച് 2 തെങ്ങും നട്ടച്ച് വേണമെങ്കിൽ പെട്ടിക്കകത്ത് കയറിയിരിക്കും. കുഞ്ഞാടിന്റെ പുറകെ നടക്കുന്നവൻ എന്നും നടക്കും. അവനെ മാറ്റാൻ പറ്റുകയില്ല. ഒരു ശക്തിക്കും അവന്റെ പുറകെ വരാൻ സാധിക്കുകയില്ല. ഒരു വ്യക്തിക്കും അവനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് ഇടയ്ക്ക് വരുവാൻ സാധിക്കുകയില്ല. ഇന്ന് രാത്രി സഹോദര സഹോദരി, brothers and sisters, let me ask you, are you following the Lamb or are you following your dreams? Are you following the Lamb or are you following your ambitions? God wants you to follow him. He will make your dream come true. God wants you to follow him. He will give you the desires of your heart. Psalm 37 verse 5 says, commit your ways unto the Lord and trust only in him and he shall direct your path. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഇന്ന് രാത്രി നമ്മുടെ വഴികളെയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. അവനെ മാത്രം അനുഗ്രഹിക്കുവാൻ, അവനെ മുമ്പിൽ വെച്ച് അവന്റെ പുറകെ പോകാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇവിടുന്ന് ഞാൻ തിരുവല്ലായ്ക്ക് പോവാണ്. എനിക്ക് 3.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തണം. എൻ്റെ മുമ്പിൽ പോകുന്നൊരു പ്രായമുള്ളൊരു അപ്പച്ചനാണ്. അത് പുള്ളി ഇങ്ങനെ ഒരു ഡീസൽ എഞ്ചിൻ അംബാസഡർ ഓടിച്ചു പോവാൻ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എപ്പം ഞാൻ തിരുവല്ലയിലെത്തും? വൈകുന്നേരം ആവൂലേ? ചില ആൾക്കാർ മുമ്പിൽ വെച്ചിരിക്കുന്ന നേതാവിന് സ്പീഡും ഇല്ല, ദർശനവും ഇല്ല, പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയത്തുമില്ല. ഇപ്പോഴും ഇവർ തൃശ്ശൂർ വിട്ടിട്ടില്ല, സ്വർഗരാജ്യത്തേക്ക് പോകാൻ കാത്തിരിക്കുകയാണ്. യു മസ്റ്റ് ബി വെരി കെയർഫുൾ വാട്ട് കൈൻഡ് ഓഫ് ലീഡർ യു ഹാവ് ഇൻ ഫ്രണ്ട്. മുമ്പിൽ നിൽക്കുന്ന നേതാവിൻ്റെ സ്പീഡും ദർശനവും ഒക്കെ ഒന്ന് നോക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. പുള്ളിക്കൊരു സ്പീഡും ദർശനവും ഇല്ലെങ്കിൽ നീ ഇവിടെ തന്നെ കിടക്കും. 10 വർഷം കഴിഞ്ഞാലും നിന്റെ സ്വത്രം അത് തന്നെ ആയിരിക്കും, നിന്റെ ദർശനം അത് തന്നെ ആയിരിക്കും. നിനക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. ദൈവം നിന്നെ മുമ്പിൽ വെക്കുന്ന വ്യക്തി വളരെ പ്രാധാന്യമുള്ളതാണ്. ഇനി അതിനെക്കാട്ടിലും ഗതികെട്ട ഒരു ടീമുണ്ട്. They drive behind the parked car. പാർക്ക് ചെയ്തിരിക്കുന്ന ലോറിയുടെ പുറകിലിരുന്ന് വണ്ടി ഓടിക്കുന്ന ചില ആൾക്കാരുണ്ട്. കൊച്ചു പിള്ളേരെ കണ്ടിട്ടില്ലേ വണ്ടി ഓടിക്കുന്നത്? ഇടയ്ക്ക് ബ്രേക്ക് ഔട്ടും, ഇടയ്ക്ക് വണ്ടി തിരിക്കും, ഗിയർ മാറ്റും, ഭയങ്കര പിടിയിലാണ്. കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അവർ സ്വർഗത്തിൽ എത്തുമെന്നാണ്. അവരും മുമ്പോട്ട് നീങ്ങുന്നില്ല, മുമ്പിൽ കിടക്കുന്ന വണ്ടി. Never drive behind a parked vehicle.
മുമ്പോട്ട് ഓടാത്തൊരു വ്യക്തിയുടെ പുറകെ നീ പോയി കടുപ്പിച്ചേച്ച് നിന്റെ ജീവൻ ഇല്ലാതാക്കി തീരുവാൻ ഒരിക്കലും അനുവദിക്കരുത്. ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാൻ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ശക്തിയോടെ മുമ്പോട്ട് പോകുവാൻ, അഭിഷേകം ഏറ്റെടുക്കുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. യേശു വേഗം തരുന്നു. അവന്റെ സഭയെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഈ പോകുന്ന ടീം കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരാണ്. അവൻ പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിച്ചു. Wherever he went, they followed him. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. 1 Peter chapter 2 verse 21. ഇതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. When I was a young boy, this verse really helped me. I remember reading this verse when I was a young boy. Can you read it in English? Because I read it in English at that time. 1 Peter chapter 2, 21. For to this you were called, because Christ suffered for you, leaving us an example that you should follow in his steps. The message is follow Jesus in his steps. അവൻ നടക്കുന്ന വഴിയെ അവന്റെ പാതയിൽ അവനെ പിൻപറ്റുക. Praise the Lord. ഫോറസ്റ്റിൽ ട്രെക്കിങ്ങിന് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാട്ടിലും മലയിലും ഒക്കെ നടക്കാൻ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ, ഒരു വഴിയുമില്ലാതെ മുഴുവൻ തിങ്ങി നിൽക്കുന്ന കാടിൻ്റെ ഇടയിൽ എത്ര മാപ്പ് ഉണ്ടെങ്കിലും എത്ര GPS ഉണ്ടെങ്കിലും എളുപ്പമല്ല മുമ്പോട്ട് പോകാൻ. അതേസമയം സ്ഥിരം നടക്കുന്ന ഒരു നടപ്പാതയുണ്ടെന്നിരിക്കട്ടെ, ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലം വരെ നടക്കുന്ന നടപ്പാതയാണ്. നമുക്ക് കാണാം ആൾക്കാരുടെ കാൽപാത, വളരെ എളുപ്പമാണ് നടക്കാൻ. യേശു ലോകത്തിൽ വന്നത് എന്തിനാണെന്നറിയാമോ? നടന്നൊരു പാത ഇട്ടേച്ച് പോകാനാണ്. നമ്മൾ പാത അന്വേഷിക്കേണ്ട കാര്യമില്ല. അവൻ നടന്ന കാഴ്ചയോടെ അവന്റെ പുറകെ നടക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. അവൻ നിങ്ങൾക്കായി മുമ്പേ പോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം അവൻ എവിടാ പോയിരിക്കുന്നേ? നമുക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പോയിരിക്കുകയാണ്. അപ്പൊ അവന്റെ പുറകെ പോകുന്നവൻ എവിടെ ചെല്ലും? സ്വർഗത്തിൽ ചെല്ലും. ഇവിടെ അവന്റെ പുറകെ നടക്കുന്നവൻ എവിടെ ചെല്ലും? അവൻ പോയിരിക്കുന്നിടത്തൊക്കെ ചെല്ലും. ഇവിടെ പുറകെ നടക്കാത്തവൻ അവിടെ ചെല്ലുവോ? ഇല്ല. അവന്റെ പുറകെ നടക്കാൻ പഠിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. Hallelujah. Follow in his steps. He has left a very beautiful road, a road map, so that you can follow in his steps. For the special people here, the youngsters, you know how to decide whether it is God's step? യേശുവിൻ്റെ കാൽച്ചുവടാണോ എങ്ങനെ തീരുമാനിക്കുന്നതെന്ന് അറിയാമോ? ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ, യു ആസ്ക് യുവർ സെൽഫ് ദിസ് ക്വസ്റ്റ്യൻ: ഇഫ് ജീസസ് ഈസ് ഇൻ മൈ പൊസിഷൻ, വാട്ട് വിൽ ഹി ഡു? യേശു എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ഒരിക്കലും തെറ്റിപ്പോകില്ല. വാട്ട് വിൽ ജീസസ് ഡു ഇഫ് ഹി വാസ് ഇൻ മൈ പൊസിഷൻ? then you will know what to do. നമ്മൾ പിള്ളേരെ ഒത്തിരി വഴി പഠിപ്പിച്ചാലൊന്നും വഴി നേരെയാകുമോ? ഒരിക്കലും നേരെയാകില്ല. പണ്ടൊരിക്കൽ ഒരു പയ്യൻസിനെ വഴി പഠിപ്പിച്ച കഥ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു സ്കൂളിലൊരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്രിക്കറ്റ് കോച്ചായിരുന്നു. നല്ലൊരു ബാറ്റ്സ്മാൻ ഒരുത്തനുണ്ടായിരുന്നു. അദ്ദേഹം കോച്ചിങ്ങിൻ്റെ സമയത്ത് ഒരു വലിയ മാച്ച് വന്നു. മാച്ച് വന്നപ്പോഴത്തേക്ക് ക്രിക്കറ്റ് മാച്ചിനിടയ്ക്ക് നല്ലവണ്ണം അവൻ്റെ ഓപ്പോസിറ്റ് സ്കൂളുകാർ ബോൾ ചെയ്ത് ഇവൻ ഔട്ടായി. പക്ഷേ ഔട്ടായത് കോട്ട് ബിഹൈൻഡ് ദ വിക്കറ്റാണ്. അത് ശരിക്കും കണ്ടില്ല. എംപയർ ഔട്ട് കൊടുത്തില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ബാറ്റ് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്തു. അവൻ സെഞ്ചുറി അടിച്ചു. അവൻ്റെ സ്കൂൾ ജയിച്ചു. പിറ്റേ ആഴ്ച പ്രാക്ടീസിന് വന്നപ്പോൾ ഈ സാറ് ചോദിച്ചു, കുഞ്ഞെ നീ ഔട്ടായതല്ലേ എന്ന് ചോദിച്ചു. ആണ്. ബി ഓണസ്റ്റ് ആൻഡ് വാക്ക് ഔട്ട് ഈവൻ ഇഫ് ദ അമ്പയർ അലൗസ് യു ടു സ്റ്റേ. നീ സത്യസന്ധനായിട്ട് ഇറങ്ങിപ്പോരണം, അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു. ഈ കുഞ്ഞ് വളരെ ഒബീഡിയൻ്റ് ആണ്. അടുത്ത മാച്ച് വന്നു. അതിൻ്റെ അടുത്ത ആഴ്ച എന്ത് സംഭവിച്ചു? അവൻ ഔട്ടായില്ല.
എംപയർ ഡിക്ലെയർ ചെയ്ത് ഇവൻ ഔട്ടായെന്ന്. അവൻ ഓണസ്റ്റായിട്ട് അവിടെ നിന്നു. സാറ് പറഞ്ഞ എന്താ? ഓണസ്റ്റായിട്ട് എന്താണേലും നിൽക്കണമെന്നാണ്. ക്യാപ്റ്റൻ ഇറങ്ങി വന്ന് ചീത്ത വിളിക്കുന്നവരെ അവൻ പോവില്ല. പിറ്റേ ദിവസം തിങ്കളാഴ്ച സ്കൂൾ പ്രിൻസിപ്പൾ അവനെ മുറി വിളിപ്പിച്ചു. അപ്പൻ അറിയാം അവൻ അടി കൊള്ളാനാണ് സംഗതി, പ്രശ്നമാണ്. സാറ് ചോദിച്ചു, എന്താടാ നീ ഔട്ടായിട്ട് അവിടെ നിന്നത്? പക്ഷെ ഓണസ്റ്റ്ലി ഐ ന്യൂ സർ ഐ വാസ് നോട്ട് ഔട്ട്. സാറല്ലേ പറഞ്ഞ ബി ഓണസ്റ്റ്. ഓണസ്റ്റി പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ പഠിപ്പിച്ചാൽ ഇതൊന്നും പഠിപ്പിക്കില്ല. അപ്പൊ സാറിന് ആകെ കൺഫ്യൂഷനായി. ഇവനെ എങ്ങനെ ഇനിയും ഓണസ്റ്റി പഠിപ്പിക്കുന്നത്? അപ്പൊ സാർ ഒരു പുതിയ വിദ്യ പറഞ്ഞു കൊടുത്തു. ബി ഓണസ്റ്റ് വെൻ അതേഴ്സ് ആർ റൈറ്റ് ആൻഡ് ഡോണ്ട് ബി ഓണസ്റ്റ് വെൻ യു ആർ റൈറ്റ്. സാധാരണ വി ആർ ഓണസ്റ്റ് വെൻ വി ആർ റൈറ്റ് ആൻഡ് വെൻ others are right, we are not honest, we will try to put our points. അങ്ങനെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ഡോക്ലി വ്യക്തികളാണ്. ഇതൊന്നും നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുപോകുകയില്ല. രക്ഷയിലേക്ക് കൊണ്ടുപോകണമോ? പരിശുദ്ധാത്മാവിനാലും യേശുവിനാലും ദൈവത്തിന്റെ വചനത്താലും നീ നടന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളോട് പറയാൻ ഏറ്റവും ബെസ്റ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ ജീവിക്കണം. ശരി എന്ത്, തെറ്റ് എന്ത് എന്ന് പരിശുദ്ധാത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Honesty is the best policy, but be honest with God. നീ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. John chapter 21 verse 22. എന്നെ അനുഗമിക്കുക എന്ന് യേശു ആരോട് പറഞ്ഞു? പത്രോസിനോട്, ശീമോനായ പത്രോസിനോട് പറഞ്ഞു, യു ഫോളോ മീ, എന്നെ അനുഗമിക്കുക. പത്രോസിനോട് ഇത് യേശു എപ്പോൾ പറഞ്ഞിരുന്നു? തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ആദ്യമേ പറഞ്ഞിരുന്നു എന്താണ്? യു ഫോളോ മീ. അങ്ങനെയാണ് പത്രോസ് പടകും വലയും വിട്ട് കർത്താവിനെ പിൻഗമിച്ചത്. ഒരിക്കൽ പറഞ്ഞ ശേഷം പിന്നെയും പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ ഈ അനുഗമിക്കാതിരുന്ന എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് പോയി പടകും വലയും എടുത്താൽ എന്ത് ചെയ്യും? നമ്മൾ പിള്ളേരോട് ഭക്ഷണം കഴിക്കണമെന്ന് ഒരിക്കലേ പറയുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് പറയൂ. അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുമോ? ചിലപ്പോൾ കിടന്നുറങ്ങും. പിള്ളേരോട് പഠിക്കണമെന്ന് ഒരിക്കലേ പറയുള്ളൂ, അങ്ങനെ പറഞ്ഞാൽ ആരും പാസ്സാവില്ല. ഇവിടെ ഇരിക്കുന്ന ടീച്ചർമാർക്കറിയാം, ഒരു കുട്ടിയോട് ഒരു കാര്യം ഒരു 20 പ്രാവശ്യം പറഞ്ഞാലും കേക്കും കേക്കും കേക്കും. ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് കൃപയുള്ള ദൈവദാസന്മാരെ വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരേ കാര്യം, ഫോളോ 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 ദ ലാം, ഫോളോ ദ ജാം, ജീസസ് ജീസസ് ജീസസ്, അവനെ അനുഗമിക്കാം. 200 പ്രാവശ്യം കഴിഞ്ഞാലും പിന്നെ സൈഡിൽ വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഒരു കൂട്ടുകാരനെ കണ്ട അതിൻ്റെ പുറകെ അങ്ങ് പോകും, ഒരു നാട്ടുകാരനെ കണ്ട അവിടെ അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ അനുഗമിക്കാൻ പറഞ്ഞാൽ ആരെ അനുഗമിക്കണം? കർത്താവിനെ മാത്രം അനുഗമിക്കണം. അപ്പൊ പത്രോസിനെ ദൈവം വിളിച്ചത് എന്നെ അനുഗമിക്കാൻ പറഞ്ഞിട്ടാണ്. പക്ഷെ ആ വിളി ഒന്ന് മങ്ങിപ്പോയപ്പോൾ രണ്ടാമത് കർത്താവ് പത്രോസിനോട് പറയുക, യു ഫോളോ മീ. ഇന്ന് രാത്രിയിൽ ആദ്യം വിളി കേട്ട ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ദൈവം നിങ്ങളോട് രണ്ടാമതും മൂന്നാമതും പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക. മറ്റെല്ലാ ചിന്തകളും വിട്ടുകൊണ്ട്, പടകും വലയും വിട്ടുകൊണ്ട്, വിടേണ്ടതിനെയൊക്കെ വിട്ടുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശുവിനെ അനുഗമിക്കുവാൻ ദൈവം വീണ്ടും വീണ്ടും നിന്നെ ഓർപ്പിക്കുകയാണ്. പത്രോസിന്റെ അടുക്ക കർത്താവ് നേരിട്ട് പറഞ്ഞപ്പം പത്രോസ് എന്താ ചെയ്തതെന്നറിയാമോ? അവന്റെ മാർവോട് കിടന്ന ശിഷ്യൻ എന്താ ചെയ്യുന്നതെന്നൊന്ന് നോക്കി. എന്താണ് മാർവോട് കയറിയ ശിഷ്യൻ? കണ്ടു. യോഹന്നാൻ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കി. പലരും ഓരോ കൂട്ടായ്മയ്ക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? മറ്റുള്ളവർ വരുന്നുണ്ടോ എന്നറിഞ്ഞ് അന്വേഷിച്ചിട്ടാണ്. ഇപ്പൊ സെക്കൻഡ് സാറ്റർഡേ ആരാ വരുന്ന സ്പീക്കർ, ആരൊക്കെ ഇവിടെ വരുന്നുണ്ട്, എത്ര പേര് വിളിച്ചാൽ വരാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ആരാധനയ്ക്ക് വരുന്നു അങ്ങനെയാണ്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നു അങ്ങനെയാണ്. ആരെങ്കിലും ഒരാളെ കണ്ട, ഓ ഇന്നാ ഞാനും പോകുന്നില്ല, ആള് പോയില്ലല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് കർത്താവിനെ പിൻപറ്റുന്നത്. അങ്ങനെ പിൻപറ്റാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ആര് വന്നില്ലേലും ഇല്ലേലും നീ ആരാധനയ്ക്ക് വരും, ആര് വന്നാലും ഇല്ലേലും നീ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, ആര് വന്നാലും ഇല്ലേലും നീ സ്തോത്രം പറയും. അവിടെ ഇവിടെ നോക്കിയിട്ട് ഫോളോ ചെയ്യാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ ഭാര്യ വന്നാലും, നിന്റെ ഭർത്താവ് വന്നില്ലേലും, നിന്റെ കുടുംബക്കാർ വന്നില്ലേലും, ആര് വന്നില്ലേലും നീ കർത്താവിനെ പിൻപറ്റുവാൻ ഇന്ന് രാത്രി പ്രതിഷ്ഠിക്കുക. 10 പേര് വരുന്ന നോക്കിയിട്ട് വരുന്നവനെ കർത്താവിന് വേണ്ട.
അവനെ മാത്രം നോക്കി നടക്കുന്നവനെ കർത്താവിന് വേണ്ടി. വേറൊരാൾ എന്ത് ചെയ്യുന്നു നോക്കിയിട്ടല്ല. ഡോണ്ട് ഫോളോ ലുക്കിംഗ് അറ്റ് അതേഴ്സ് വാട്ട് ദേ ഡു. Many people don't come for prayer if somebody else is not coming. You need to come. You need to be in the presence of God. ദൈവ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കാൻ, ദൈവത്തെ മാത്രം ധ്യാനിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇതെന്താ കാരണം എന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 4-5 വാക്യം വായിച്ചേ. ശേഷം ഇടയനായ ദൈവം യേശു ആടുകളെ പേർ ചൊല്ലി വിളിക്കും. പേർ ചൊല്ലി വിളിച്ച ശേഷം തനിക്കുള്ളവയൊക്കെ വെളിയിൽ ഇറക്കിയ ശേഷം അവയ്ക്ക് മുമ്പായി അവൻ നടക്കും. യേശു ഇടയനാണെങ്കിൽ യേശു ആടുകളെ പേർ ചൊല്ലി വിളിക്കും. യേശു ഇട്ടിരിക്കുന്ന പേരുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പേരില്ലാത്ത ആരും വേണ്ട, പേര് വേണം. എൻ്റെ പേര് ഇട്ടിരിക്കുന്ന എൻ്റെ അപ്പച്ചനാണ്, ജോർജ് കോവൂർ. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത വേറൊരു പേരിലാണ് എൻ്റെ അപ്പച്ചനും അമ്മച്ചി എന്നെ വീട്ടിൽ വിളിക്കുന്നത്. അതിന് ഓമന പേരെന്നാണ് പറയുന്നത്. തിരുവല്ലായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ പേരിൽ എന്നെ അറിയുള്ളൂ. വിളിപ്പേരാണ്. ദൈവം അതുപോലെ തന്നെയാണ് തൻ്റെ ആടുകൾക്ക് ഒരു പേരിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പേരുള്ള ദൈവത്തിൻ്റെ ആടുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെങ്കിലും ഒരു അപ്പച്ചൻ തൻ്റെ മക്കളെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വീട്ടിലെ അപ്പൻ മക്കളെ ഇങ്ങനെ വിളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ വെക്കണം, എനിക്ക് കാണാൻ വേണ്ടിയിട്ടാ. സാധാരണ ഷൂ 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 എന്ന് വിളിക്കുന്ന ആരെയാ? വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയാണ് ഷൂ ഷൂ ഷൂ. സ്നേഹം കൂടുമ്പോൾ ഒരു കൊച്ചു പേരിടും, അത് വേറെ കാര്യം. പക്ഷെ സാധാരണ വിളിക്കുന്ന അങ്ങനെയാ, വളർത്തു മൃഗങ്ങളെയാണ്. കർത്താവ് ആരെ ഷൂ 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 എന്ന് വിളിക്കില്ല, പേര് വിളിക്കും. പേര് വിളിക്കും. ഇന്ന് രാത്രി സ്വർഗം പേര് വിളിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ പേരുള്ളവരായി തീരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. വേറെ എങ്ങും പേരില്ലെങ്കിലും എവിടെ പേര് കാണണം? സ്വർഗത്തിൽ കാണണം. യുവർ നെയിം ഷുഡ് ബി റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ്. പിന്നെ സ്വർഗത്തിൽ സ്പെഷ്യൽ പേരുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിനൊരു സ്പെഷ്യൽ പേരുണ്ടായിരുന്നു. മോശയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ കൂട്ടുകാരൻ, ഫ്രണ്ട് ഓഫ് ഗോഡ്. ദാനിയേലിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? പ്രാർത്ഥനാ മനുഷ്യൻ. എല്ലാവർക്കും പേരുണ്ടായിരുന്നു. ഇന്ന് രാത്രി ദൈവം നിന്നെ എങ്ങനെയാണ് അറിയുന്നത്? നീ ദൈവത്തെ അറിയുന്നത് പോലെ തന്നെ ദൈവം നിന്നെയും അറിയണം. നിന്റെ പേര് അവൻ എങ്ങനെയാണ് വിളിക്കുന്നത്? ഒരു പേരുള്ളവരായി ജീവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഷീപ്പ് ഹിയർ മൈ വോയിസ്. അടുത്ത വാക്യം, ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ. അപ്പൊ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു, അവനെ നിങ്ങൾ കാണണം. യു ഹാവ് ടു സീ ഹിം. ഒരിക്കലും നിങ്ങളുടെ കണ്ണ് അവന്റെ മേളിൽ നിന്ന് മാറ്റരുത്. വേറെ ഒന്നും അതിനിടയ്ക്ക് വരാൻ അനുവദിക്കരുത്. 2, യു മസ്റ്റ് ഹിയർ ഹിം. അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഒരു വ്യക്തിയെ പിൻഗമിക്കണമെങ്കിൽ യു ഹാവ് ടു ലിസൺ ടു ഹിം. ആ വ്യക്തി പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇടയന്റെ ശബ്ദം കേൾക്കാത്ത ഒരാടിനും ഇടയന്റെ പുറകെ പോകുവാൻ സാധിക്കുകയില്ല. 2015 ദൈവത്തിന്റെ ശബ്ദം കേട്ടു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾ കേട്ടിട്ട് കാര്യമില്ല, അപ്പച്ചൻ കേട്ടിട്ട് കാര്യമില്ല, അമ്മച്ചി കേട്ടിട്ട് കാര്യമില്ല, പാസ്റ്റർ കേട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ഈ വാക്യം പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം. അപ്പൊ കേൾക്കാത്തതൊന്നും ആടല്ല. ഹലോ, ദൈവശബ്ദം കേൾക്കാത്തതൊന്നും ആടല്ല. ദൈവത്തിന്റെ ആടുകൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ലിസൺ ടു ഗോഡ്സ് വോയിസ്. ലേൺ ടു ലിസൺ ടു ഗോഡ്സ് വോയിസ്. ട്യൂൺ യുവർ ഇയേഴ്സ് ടു ലിസൺ ടു ഗോഡ്സ് വോയിസ്. ഹല്ലേലൂയ. പണ്ടൊരു റെക്കോർഡ് ഉണ്ടായിരുന്നു. അതിന് HMV എന്നാണ് ആ റെക്കോർഡിൻ്റെ പേര്. അതിൻ്റെ പുറത്തൊരു സിമ്പിളായിട്ട് ഒരു കോളാമ്പിയും ഫ്രണ്ടിലിരിക്കുന്ന ഒരു പട്ടിയുടെ ഫോട്ടോയെ വെച്ചിരിക്കുന്നത്. അവ എഴുതിയിരിക്കുന്ന ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. വേറെ ഒരു ശബ്ദത്തിന് ഈ പട്ടി ചാടില്ല.
ആ ഉടമസ്ഥന്റെ ശബ്ദത്തിനെ ചാടുകയുള്ളൂ. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. ഹൗ മെനി ഓഫ് യു ആർ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്? ഇന്ന് HMV ആയിട്ട് ഇതിന്റെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പുറകിൽ ഓടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലിസണിങ് ടു ഗോഡ്സ് വോയിസ്, ഫോളോയിങ് ഗോഡ്സ് വോയിസ്, അണ്ടർസ്റ്റാൻഡിങ് ഗോഡ്സ് വോയിസ്. അവർ ഇടയന്റെ ശബ്ദം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു, അനുഗമിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകുന്നു. ഇവിടെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ചിലർ എന്തൊക്കെ വന്ന് ചോദിക്കും, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാറുണ്ടോ? നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഓ അത് ശരിയല്ലേ. ആണുങ്ങളുടെ കൂട്ടാണോ പെണ്ണുങ്ങളുടെ കൂട്ടാണോ? ടെന്നറാണോ ബേസ് ആണോ? ശബ്ദം കേൾക്കാത്തവൻ എന്താ ഗതികേട്? ചിലർക്ക് സംശയമാണ്, ഇത് ദൈവമാണോ സംസാരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവ ഇഷ്ടം അറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും പൂട്ടും പഴവും രാവിലെ കുഴച്ചേച്ച് പ്ലേറ്റ് വെച്ചേച്ച് ദൈവ ഇഷ്ടമാണെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഉടനെ കഴിക്കും. പക്ഷെ ചില സാഹചര്യങ്ങൾ വരുമ്പം സംശയമുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് തന്നെ അറിയാം ഇത് ദൈവ ഇഷ്ടമല്ലാന്ന്. പിന്നെ ദൈവത്തെ ഒന്ന് വളച്ചൊടിച്ച് നമ്മുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരണം. അതിന് ഇത് ദൈവ ഇഷ്ടമാണോ അല്ലയോ എന്ന് പലരോട് ചോദിച്ചുകൊണ്ട് നടക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ആടുകൾ ആ ശബ്ദം കേൾക്കും, അവനെ അനുഗമിക്കും. നിനക്ക് നല്ലവണ്ണം അറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിന്നെ നയിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ കേട്ടു, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൻ കീഴിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. ഒരു ശമരിയാക്കാരിയായ സ്ത്രീ യേശുവിനെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലിസൺ ടു ഗോഡ്സ് വോയിസ്. ദൈവ ശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ കാതുകളെ പരിശീലിപ്പിക്കുക. ലേൺ, ടീച്ച് യുവർ ഇയേഴ്സ് ടു ലിസൺ ടു ഗോഡ്സ് വോയിസ്.